ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നിർണായക ചർച്ച. ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നഡ്ഡയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേശ് വർമ്മ മുഖ്യമന്ത്രിയായേക്കും. ലഫ്റ്റനന്റ് ഗവർണറുമായി പർവേശ് വർമ്മ കൂടിക്കാഴ്ച നടത്തുകയാണ്. തൗഫീഖ് അസ്ലം വിവരവുമായി ചേരുന്നു. തൗഫീഖ്, പർവേശ് വർമ്മയിലേക്ക് എത്തിയോ ചർച്ചകൾ? അജിംസു, ചർച്ചകൾ പർവേഷ് വർമ്മയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെയായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആ സൂചനകൾ. അല്പസമയം മുമ്പാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയുമായി അദ്ദേഹം ചർച്ച നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് സംസ്ഥാന ബി.ജെ.പി. നേതാക്കളുടെ ഒരു പൊതുവികാരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് തന്നെ ആ പേരെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ഒരാളാണ്. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യം കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് ഗവർണറുടെ വസതിയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലായിരുന്നു ജെ.പി. നദ്ദ എത്തുകയും അവിടെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തത്. അത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ നടന്നത്. അതിനുശേഷമായിരുന്നു പർവേഷ് വർമ്മ ഇവിടെ എത്തി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടത്. ഈ വിജയത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അല്ലാതെ മറ്റു ചർച്ചകളിലേക്കൊന്നും കടന്നില്ല എന്നുകൂടി പർവേഷ് വർമ്മ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വേഗം തന്നെ ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കാൻ തന്നെയാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുക.